എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി നഗരസഭ 3-ാം വാർഡിലെ പോട്ടച്ചിറ റോഡിലാണ്. ഈ പോട്ടച്ചിറ റോഡിൽ നിങ്ങൾ കണ്ടില്ലേ, ഒരു കലങ്ക് പണിയുന്നുണ്ട്. ഇത് പഞ്ചവടിപ്പാലം പോലുള്ള ഒരു കലങ്കാണോ എന്ന് സംശയമുണ്ട്. കാരണം ഇവിടുത്തെ കൗൺസിലർ അടക്കം, ഇവിടുത്തെ നാട്ടുകാരടക്കം ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പറയാനുള്ള കാര്യം, 3 മാസത്തോളമായി ഈ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അതുപോലെ ഈ കലങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് പല തവണ വന്ന് ഇതിൽ അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ഈ പാലം പൊളിക്കും, ഈ പാലത്തിൻ്റെ നിർമ്മാണങ്ങൾ പൊളിക്കും. ഇങ്ങനെ തുടർച്ചയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾ ഈ പാലം ഈ പണിയുന്ന കലങ്കിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ അപാകതകൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കും. അതിന് നമ്മൾ ബിടെക് എടുക്കണമെന്നില്ല. അതിൻ്റെ കലങ്കിൻ്റെ മുകളിൽ കയറി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കലങ്ക് പണിയുന്നത് ഈ കനാലിനോട് ചേർന്ന് നേരെയല്ല. ഇതിൽ വെള്ളം വന്ന് മിക്കവാറും ഈ കനാലിൻ്റെ തിണ്ടത്ത് വന്ന് ഇടിക്കും. അതുപോലെ തന്നെ കലങ്ക് പഴയ കലങ്കുമായി ബന്ധപ്പെട്ട് അത്ര നീളത്തിലല്ല, അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുണ്ട്. തുടങ്ങിയ അപാകതകൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കും. നാട്ടുകാരോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നാട്ടുകാരും പറയുന്നത്, ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വലിയ അപാകതകൾ വന്നിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതവണ ഇവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും യാതൊരുവിധ ഇടപെടലുകളും ഉണ്ടായിട്ടില്ല. നഗരസഭ എഇയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കൗൺസിലർ വത്സൻ ചമ്പക്കര ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ സത്യാഗ്രഹ സമരം ഉൾപ്പെടെയുള്ള സമരമുറകൾ സ്വീകരിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം നഗരസഭാ ചെയർമാനും കൗൺസിലറിനും മുഖേന ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു പോകുന്നു. ഈ നിർമ്മാണത്തിൽ അപാകതകളുണ്ട്, അഴിമതിയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടുത്തെ നാട്ടുകാർ പ്രധാനമായിട്ടും ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ചാലക്കുടി നഗരസഭയിൽ ഒരു പഞ്ചവടി പാലം പോലുള്ള ഒരു കലങ്ക് ഇനി നിർമ്മിക്കേണ്ട ആവശ്യകതയില്ല. ഇത് പഞ്ചവടി പാലം പോലുള്ള ഒരു കലങ്കായിട്ട് മാറുന്നതിന് മുൻപ് ഈ വിഷയത്തിൽ സത്വരമായ ഇടപെടലുകൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഫണ്ടാണ്. ഇത്രയധികം ഫണ്ട് 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു പാലം, ഒരു കലങ്ക്, അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ അപാകതകൾ ഒറ്റനോട്ടത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിഷയം സത്വരപരമായി ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നത്. ബാക്കി നമുക്ക് നാട്ടുകാരോടും കൗൺസിലറോടും കാര്യങ്ങൾ ചോദിച്ചറിയാം. ഏകദേശം ഒരു 6 പ്രാവശ്യത്തോളം ഈ പാലം പണിയെ പൊളിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉദ്യോഗസ്ഥരാണെങ്കിൽ ഇതിൽ പറയാം, ഇതിന് നേരത്തെ ഇതിന്റെ ഒരു ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ പാലം പണിതോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു നനയോ കാര്യങ്ങളോ കൃത്യമായി തന്നെ ഈ പാലത്തിന്റെ നോക്കി കണ്ടാൽ അറിയാം. ഇതിന്റെ പാലം ഇരിക്കുന്നത് കനാലിന്റെ പകുതിയിലാണ് പാലം വാർത്തിരിക്കുന്നത്. പകുതിയോളം കനാലിന്റെ വശത്താണ്, ഈ കനാലിന്റെ ഉള്ളിലാണ് ഈ പാലം ഇരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇതിനെ ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ച് പലപ്പോഴും നമ്മൾ ഇതിനെ പറയുന്ന കാര്യമാണ്. പക്ഷെ ഇതിനൊരു കൃത്യമായ ഒരു നടപടിയോ അല്ലെങ്കിൽ ഇതിന് കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ റോഡ് വരെ 3 മാസമായി ഞങ്ങൾ ഈ പോണ ഈ റോഡ് 3 മാസമായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടേക്കാം. മെറ്റീരിയൽ ആയാലും ഇവിടെ കിടക്കുന്ന മിക്സർ മെഷീൻ ആയാലും ഇതൊക്കെ ഇവിടെ കിടക്കാണ്. ഇവർക്കൊരു ഉത്തരവാദിത്വമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത്. ഇപ്പം നിങ്ങൾ പ്രത്യക്ഷത്തിൽ അത് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ നല്ലത്. പ്രത്യക്ഷത്തിൽ നിങ്ങൾ ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വന്ന അപാകത എന്ന് പറയുന്നത്, നിർമ്മാണ പ്രവർത്തനം നമുക്കറിയാം. ഇത് കനാലിരിക്കുന്ന തന്നെ നോക്കാം. കനാലിന്റെ പകുതിയിലാണ് ഇപ്പൊ ഈ കനാലിരിക്കുന്നത്, ഈ പാലം വാർത്തിട്ടിരിക്കുന്നത്. ഏകദേശം ഇവിടം വരെയാണ് ഓൾറെഡി ഇതിന്റെ കനാൽ പാലം ഇരിക്കുന്നത്. ഇപ്പൊ നിൽക്കുന്നത് ഏകദേശം 2 ഫീറ്റ് താഴേക്ക് ഇപ്പുറത്തേക്കാണ് ഈ കനാൽ ഇപ്പൊ വന്ന് നിൽക്കുന്നത്. ഇതിൽ തന്നെ അറിയാം പാലത്തിന്റെ വാർക്ക ഈ റോഡ് വിട്ടതിന് ഏകദേശം ഒരു 6 ഇഞ്ചോളം പൊന്തി നിൽക്കുന്നത്. ഇത് എങ്ങനെ ചെയ്യും? അതുപോലെ തന്നെ ഈ ഒരു കൈവരി ഇവിടുന്ന് ഇത്രയും പേര് വണ്ടികൾ പോകുന്നതാണ്. ഈ കൈവരിന്ന് പോകുമ്പോൾ ഇതിൽ ഇനി എങ്ങനെ വരും? ആദ്യം തന്നെ ചെയ്യേണ്ടത് കരിങ്കല്ല് കെട്ടി ഇതിന് കോൺക്രീറ്റ് ചെയ്യേണ്ട ഒരു വർക്കായിരുന്നു ഈ സംഭവം. ഇനി അത് പോയി ഇനിയിപ്പോൾ ഇത് ഇവർ കെട്ടിയിട്ട് വെറും മണ്ണിട്ടിട്ട് നികത്താന്നുള്ള ഉദ്ദേശമാണ്. അതിവിടെ എന്തായാലും ഞങ്ങൾ നടത്താൻ സമ്മതിക്കില്ല. കാരണം ഏകദേശം 73 വർഷമായ പാലമാണ് ഈ പാലം. ഇത് തന്നെ ചെയ്തത് ശരിക്കും ഫുള്ളായിട്ട് പൊളിച്ച് പണിയേണ്ട ഒരു പാലം ആയിരുന്നു. ഇതിന്റെ അവസ്ഥ അത്രയും ചെയ്തെന്ന് വെച്ചാൽ ഇതിന്റെ പാലത്തിന്റെ അടി നോക്കിയാൽ കൃത്യമായി അറിയാം ഇതിന്റെ കമ്പികളൊക്കെ പുറത്താണ് നിൽക്കുന്നത്. ഈ പാലം ഈ 2 കഷ്ണം വാർത്ത് തുടങ്ങി. ആകെ ചെറിയ 2 കഷ്ണം വാർക്കാനുള്ളൂ. ഈ വാർക്ക തന്നെ ഓടിയിട്ട് 3 മാസമായി. ഇപ്പോഴും പണി ഇത് പൂർത്തീകരിച്ചിട്ടില്ല. അപ്പൊ ഇതില് ടോട്ടലി ഇതിന്റെ പാലത്തിൽ വളരെ വലിയൊരു അപാകത ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആർക്ക് വേണ്ടിയാണോ ഇത് എത്ര പ്രാവശ്യം ഈ പാലം പൊളിച്ചു? ഏകദേശം നമ്മുടെ അറിയിൽ തന്നെ ഒരു 4-5 തവണ ഇത് ഓൾറെഡി പൊളിച്ച് കഴിഞ്ഞ പാലം. എന്തിനാണ് ഇത് പൊളിക്കണം? വെച്ചിട്ട് ഇത് എന്താ പറയാ, ഇതിന് ഉദ്യോഗസ്ഥർ ഇതിനകത്ത് വന്ന് ഇതിന്റെ കൃത്യമായ അവർക്ക് അറിയിപ്പുള്ളൂ അല്ലെങ്കിൽ അതിന്റെ എങ്ങനെയാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കൊടുക്കേണ്ടത്. അതിന് വലിയൊരു അപാകതിനെ പറ്റിയിട്ടുണ്ട്. ഇതിന്റെ മുനിസിപ്പാലിറ്റി വരുന്ന ഉദ്യോഗസ്ഥർ കൃത്യമായി ഈ സ്ഥലത്ത് ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇതിന് എന്തൊക്കെയാണ് ഇതിന് ഒരു ഞാൻ ഇവിടെ ഇപ്പൊ താമസിക്കുന്ന ഇവിടെ എല്ലാവരും ഉണ്ട്. ഇത് കൃത്യമായൊരു ഇതിന് വേണ്ടി നനക്കിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് ഞാൻ കണ്ടിട്ടില്ല ഇതിനകത്ത്. അപ്പൊ ഇതിൽ ഈ ഒരു പാലത്തിന് ശരിക്കും ഇതിന്റെ വേണ്ടപ്പെട്ട ആൾക്കാരുകൾ വന്ന് ഇതിന്റെ ശരിക്കും പരിശോധിച്ചതിന് ശേഷം മാത്രമാണ്. ഇന്നിപ്പോ എന്താണ് ഇപ്പൊ ഉള്ള ഒരു പ്രശ്നം എന്താണ് ഇപ്പൊ ഈ പാലവുമായി ബന്ധപ്പെട്ട്? ഇപ്പൊ ഈ പാലം നിങ്ങൾക്ക് നോക്കി ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് എങ്ങനെയാണ് ഇതിനുള്ളിൽ കൂടെ ഈ കൈവരി കെട്ടിയിട്ട് ശേഷം കനാൽ നിൽക്കുന്നത് ഇവിടെ, പാലത്തിന്റെ കൈവരി നിൽക്കുന്നത് അപ്പുറത്ത്. ഇതിൻ്റെ അത് എങ്ങനെയാണ് ഈ കുഴി നോക്കി അറിയാൻ പറ്റും എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്ത് പോകണം, അല്ലെങ്കിൽ മണ്ണിട്ട് വെറുതെ. അതുപോലെ തന്നെ ഈ റോഡ് എത്ര നാളായി ഈ റോഡ് ഇപ്പുറത്ത് നോക്കി അറിയാൻ പറ്റും. ഇതിലൊക്കെ വണ്ടികൾ റോഡിൽ കിടക്കുന്ന വണ്ടികളും വീടുകളിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ച് തരണം. ഇതിങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വണ്ടി കൊണ്ടുപോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്.
ഇത് വലിയപ്പോ എത്ര നാളാണ് ഈ പഴയ പാലം? 73 കൊല്ലായി. 73 കൊല്ലായി. 73 കൊല്ലായി ഈ പാലം പണിതിട്ട്. ഇത് വീതി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം രണ്ട് സൈഡിൽ തന്നെ പണിയുന്നത്. വണ്ടികൾ പോണതാണ്, സ്കൂൾ വണ്ടികൾ, ഒരുപാട് വണ്ടികൾ പോണതാ, ലോഡ് വണ്ടികൾ വരുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് ഈ പാലത്തിന്റെ തുമ്പ് പൊട്ടിച്ചത്. വണ്ടികൾക്ക് പോകാൻ ബുദ്ധിമുട്ട് കാരണമുണ്ട്. വണ്ടികളുടെ സൈഡൊക്കെ ഒരയാണ്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടിന്റെ പേരിലാണ് ഈ പാലം വീതി കൂട്ടാനായിട്ട് അവർ നോക്കിയത്. പക്ഷെ നോക്കി വന്നപ്പോ ഇതേ ഗതിയിലായി. ഇനിയിപ്പോ ഇത് എങ്ങനെ പൂർത്തീകരിക്കുന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഇടയ്ക്ക് വരും, കഴിഞ്ഞു, അവര് പോയി. പിന്നെ ഏത് കാലത്ത് വരണേ, എപ്പോ വരണേ, ആരോടെ ചോദിക്കണം? ഞങ്ങൾ പണിക്ക് പോണ ആൾക്കാരാ, ഞങ്ങൾക്ക് ഇത് നോക്കിയിരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും പറഞ്ഞാൽ പറയും, അയ്യോ ഞങ്ങളെ പഠിപ്പിക്കൊന്നും വേണ്ട, നിങ്ങളാരാ, ഞങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യും. ശരി നിങ്ങൾ ചെയ്തോ എന്നും പറഞ്ഞ് ഞങ്ങൾ പോയി. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഞങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചു. 2 വണ്ടി മറന്നിട്ട് ഇത് ആരെങ്കിലും അവര് വന്ന് കാണുന്നുണ്ടോ? അതെന്നാ പറഞ്ഞ 2 വണ്ടി? ഒരു ബൈക്കും ഇപ്പൊ മറന്നിട്ട് ഒരു ഓട്ടോറിക്ഷയും 2-3 ദിവസം ഓട്ടോറിക്ഷ പറഞ്ഞു. ഒരു 2 ആഴ്ച മുന്നേ 2 ബൈക്കുകളാണ് ഇവിടെ പറഞ്ഞത്. 2 ബൈക്ക് ഇവിടെ പറഞ്ഞു ഇവിടെ എന്തെങ്കിലും പോവാതിരിക്കാനായിട്ട് ഇവിടെ എന്തെങ്കിലും അവരുടെ എന്തെങ്കിലും ഒരു റെഡ് ക്രോസ് എന്തെങ്കിലും ചെയ്യാവുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല. അവിടുന്ന് പറഞ്ഞ റേറ്റും കുറവാണ്, കാര്യങ്ങൾ നേരെ മെറ്റലിൽ കയറുന്നു, വണ്ടി നേരെ അപ്പുറത്തെ തോട്ടിലേക്ക് മറിയാണ്. ഇവരോട് എന്ത് പറഞ്ഞാലും ഇവർ കൂട്ടാക്കില്ല എന്ന്. അത് ഞങ്ങൾ പെടത്തോളാം, നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഇതൊക്കെയാണ് അവർ പറഞ്ഞത്. അവർ ഉദ്യോഗസ്ഥന്മാരല്ലേ, നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വില കൊള്ളു. വളരെ വലിയൊരു അഴിമതി ഇതിനകത്ത് നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം 10 ലക്ഷയുടെ ടാർഗറ്റിലാണ് ഈ പാലം പണിതെന്ന് പറയുന്നു. അത് നമുക്കറിയാം, ഇതിന് വിലയിരുത്തി കഴിഞ്ഞാൽ അറിയാം എത്ര കാശിന്റെ ഒരു എമൗണ്ട് ഉണ്ടാവും നമുക്ക് മനസ്സിലാവും. ഈ 2 പാലം മാർക്ക് സാധാരണ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിന് എത്ര രൂപയുടെ അല്ലെങ്കിൽ എത്ര രൂപ ഇതിന് കോസ്റ്റിൽ വരുമെന്ന് കുറച്ച് ചിന്തിക്കാവുന്ന ഒരു കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. ഇതിപ്പോൾ 10 ലക്ഷയുടെ ടാർഗറ്റാന്ന് പറയുന്നത് ഇത്രയും. അപ്പം അത് തന്നെ വലിയൊരു ഇതാണ്. ആർക്ക് വേണമെങ്കിലൊക്കെ ഇതിൽ വഹിച്ചുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിനെല്ലാവരും ഉത്തരം തന്നെ പറയേണ്ടി വരും. ചാലക്കുടി നഗരസഭയുടെ മാതൃകാ റോഡുകളുടെ ഗണത്തിൽപ്പെടുത്തി പണിതൊരു റോഡാണ് ഈ പോട്ടച്ചിറ റോഡ് എന്ന് പറയുന്നത്. മാതൃകാ റോഡ്. ഈ മാതൃകാ റോഡ് മാതൃകാപരമായിട്ട് പണിയണം എന്നുള്ള ആഗ്രഹമൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ചാലക്കുടി നഗരസഭയുടെ നിർവഹണ ഉദ്യോഗസ്ഥയായ എയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പണികൾ വലിയ അപാകതകൾ തുടക്കം മുതലേ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ആ അപാകതകൾ പരിഹരിക്കാനോ അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താനോ ഇന്നേ വരെ ചാലക്കുടി നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പൊ ഇത് തന്നെ നോക്കൂ, ഈ റോഡ് തിരിഞ്ഞു വന്നപ്പോ ഈ കനാൽ കലുങ്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കലുങ്കാണിത്. ഇത് നേരത്തെ ഉണ്ടായിരുന്ന കലുങ്ക, ആ കലുങ്കും നേരത്തെ ഉണ്ടായിരുന്നതാ. ആ കലുങ്കിന്റെ നീളം നോക്കൂ. അത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ കലുങ്കുണ്ടാക്കിയേ? ആ കലുങ്കുണ്ടാക്കിയത് ആളുകൾ യാത്ര ചെയ്യുമ്പോൾ കനാലിക്ക് വീഴാതിരിക്കാനാ, അപകടം ഇല്ലാതിരിക്കാനാ. ഈ കലുങ്ക് വാർത്തിരിക്കുന്നു നോക്കൂ. ആ കലുങ്ക് വാർത്തിരിക്കുന്നത് ഈ കനാലിന്റെ ഒരു 1/4 ഭാഗം കഴിഞ്ഞിട്ടാണ് സൈഡ് പാരപ്പറ്റ് കെട്ടിയിരിക്കുന്നത്. 1/4 ഭാഗം കഴിഞ്ഞിട്ട്. അപ്പൊ ഇത് കെട്ടുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അങ്ങനെ ഇത് ബന്ധപ്പെട്ട നിരവധി നിർദ്ദേശങ്ങൾ കൗൺസിൽ എന്ന രീതിയിൽ ഞാനൊരു ബിൽഡറാണ്. ബിൽഡർ എന്ന രീതിയിൽ ഇതിനെക്കുറിച്ച് നല്ലൊരു അനുഭവം ഞാനും പരിചയമുള്ളതാ. അപ്പൊ ഞാൻ വ്യക്തമായിട്ട് ഇത് പറഞ്ഞു കൊടുത്തിരുന്നു, ഇതിങ്ങനെ ചെയ്യരുത്, അത് കൃത്യമായിട്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. അവരത് ചെയ്തില്ല, അത് ചെയ്തുകൊണ്ടില്ല. അത് എനിക്കറിയാമെന്നുള്ള അഹംഭാവമാണ് അവർക്കുള്ളത്. എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഈ കനാൽ പാലം വാർത്തിരിക്കേണ്ട ചെരുവ് നോക്കിയേ. ഈ ചെരുവ് ഈ പാലത്തിന്റെ ആ കലിങ്ങിന്റെ ഉൾഭാഗം വന്ന് അവസാനിക്കുന്നത് ആ തിണ്ടിലേക്കാ. നേരെ ഒന്നൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കൂ. കനാലിന്റെ പകുതി ഭാഗം എത്തുമ്പോ തിണ്ടുമ്പോ ഒന്ന് വെള്ളം ഫോഴ്സിൽ അടിക്കുന്ന സമയത്ത് ആ തിണ്ട് ഇളകി പോവില്ലേ? ഒന്നില്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി അവിടെ ശരിയായി നിർത്തിയിട്ട് ഇവിടെ ഒരു ഷിഫ്റ്റിങ് ഒരടി 1.5 അടി കൂടെ നീക്കി ഇപ്പുറത്തെ സൈഡ് വാർക്കായിരുന്നു. അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ട് സാധിക്കുമെന്ന് എനിക്കറിയില്ല. പറ്റുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ടേണിങ്, ഒരു ഷിഫ്റ്റിങ്, ഒരു തിരിവ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിന്റെ കവാടം കറക്റ്റായിട്ട് കിട്ടിയേനെ. ഇതിപ്പോ അവിടെ നിന്ന് വെള്ളം ഒഴുകി വരുന്ന ആ ഭാഗവും അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് പോകുന്ന ആ വെള്ളം ഒഴുകി പോകുന്ന ഭാഗവും തമ്മില് തിണ്ടിൽ വന്നിരിക്കുന്നു. മനസ്സിലായി? 3 മാസമായി പണി തുടങ്ങിയിട്ട് 6 പ്രാവശ്യം ഈ കലങ്ക് പൊളിച്ചു. ഇവിടെ ഉദ്യോഗസ്ഥന്മാരില്ലേ ഇത് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കാനായിട്ട് ഒരു ഡ്രോയിങ് കൊടുത്തിട്ട് ഇവിടെ ആളെ നിർത്തി ഇത് ചെയ്യിപ്പിക്കാനായിട്ട് ഇവിടെ നഗരസഭയിൽ സൂപ്പർവൈസർമാരും അതിന്റെ ഉദ്യോഗസ്ഥന്മാരും ഇല്ലേ? ഇത് അവർ തിരിഞ്ഞു നോക്കില്ല. വാർത്ത കഴിയുമ്പോൾ വരിക, പൊളിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അത് വാർത്ത കഴിയുമ്പോൾ വീണ്ടും പൊളിപ്പിക്കുക. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെയർമാനെ കണ്ട് പറഞ്ഞിരുന്നു, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കണ്ട് പറഞ്ഞിരുന്നു, എയെ തന്നെ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ എല്ലാം എനിക്കറിയാം, ഞാൻ പറയുന്ന രീതിയിൽ അങ്ങോട്ട് പോട്ടെ എന്നുള്ള രീതിയാണ് തുടർന്നിരുന്നത്. പക്ഷെ നാട്ടുകാർ ഇത് കാണുകയല്ലേ, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണുകയല്ലേ. ഇപ്പൊ ഈ പാലത്തിന്റെ ഈ സൈഡ് പാരപ്പറ്റ് തന്നെ പണിതിരിക്കുന്നത് നോക്കൂ. ഈ കനാലിലേക്കല്ലേ ഒരു വണ്ടി തിരിഞ്ഞു കഴിഞ്ഞാൽ വീഴുക. വളരെ വലിയ അപാകതകളുണ്ട്. ഇതിന് വലിയ ഒരു ഉത്തരവാദിത്തമുള്ള. ഇതുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകത ഉണ്ടെന്ന് നാട്ടുകാരും പറയുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൗൺസിലർ എന്താണ് ഞാൻ വ്യക്തമായിട്ട് ഇതിലെ അഴിമതി മുനിസിപ്പൽ ഡയറക്ടറേറ്റിലേക്ക് വ്യക്തമായിട്ട് കത്തുകൾ കൊടുത്തിട്ടുണ്ട്.
തൃശ്ശൂർ ഡയറക്ടറേറ്റിലേക്ക് മുനിസിപ്പൽ ഡയറക്ടറേറ്റിന്റെ ജില്ലാതല ഓഫീസിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് നടപടി ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഒരു ഭരണപക്ഷ പോലുമായിട്ട് അവിടെ കുത്തിയിരിക്കേണ്ട വരുന്ന ഒരു സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.